നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ബലിയുടെ യജ്ഞശാലയിൽ വാമനമൂർത്തിയായി എത്തിയ ഭഗവാൻ ചോദിച്ചത് 3 അടി മണ്ണ് മാത്രം. എന്നാൽ താൻ നേടിയതെല്ലാം മഹാബലി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. വാമനമൂർത്തി വിശ്വരൂപനായി 2 അടി കൊണ്ട് 3 ലോകങ്ങളും അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം തരൂ, നീ വിശ്വേശനല്ലേ എന്ന് വാമനൻ ബലിയോട് ചോദിച്ചു. അതിന് അചഞ്ചലനായി ബലി നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: പാദം മൂർധനി പ്രണയ ഭഗവാൻ എന്നായിരുന്നു. ഭഗവാനെ, അവിടുത്തെ തൃക്കാലടി എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ എന്നായിരുന്നു ബലിയുടെ അഭ്യർത്ഥന. ഭാഗവതത്തിലെ നവവിധ ഭക്തിയിലെ അവസാന ഘട്ടമായ ആത്മനിവേദനമാണ് പിന്നെ ബലിയിൽ സംഭവിച്ചത്. ബലിയുടെ സർവസാത്മനിവേദനത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു. ദൈത്യ, നിന്റെ ഗർവം തീർക്കാനാണ് ഞാനിതെല്ലാം ചെയ്തത്. സുകൃതങ്ങൾ കൊണ്ട് നീ ജന്മസാഫല്യം അടഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. തുടർന്ന് ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ഇന്ദ്രപദവി അടുത്ത മന്വന്തരത്തിൽ മഹാബലിക്ക് വാഗ്ദാനവും ചെയ്തു. അതുവരെ വിശ്വകർമാവിനാൽ നിർമ്മിതമായ സുതലം എന്ന വിശിഷ്ട ലോകത്തിൻ്റെ ചക്രവർത്തിയായി മഹാബലിയെ വാഴിക്കുകയും ചെയ്തു. തുടർന്ന് നമുക്ക് ഗുരുവചനം കേട്ട് നമുക്ക് പതിവ് സെഗ്മെൻറ്റുകളിലേക്ക് കടക്കാം. ചങ്ങലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ്. അത് പൊട്ടിക്കാനും നമുക്കേ കഴിയും. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. യോഗക്ഷേമധുരന്ധരസ്യ സകല ശ്രേയപ്രദോദ്യോഗിനോ ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനോ ബാഹ്യാന്തരവ്യാപിനഃ സർവജ്ഞസ്യ ദയാകരസ്യ ഭവത കിം വേദിതവ്യം മയാ ശംഭോ ത്വം പരമാന്തരംഗയിതി മേ ചിത്തേ സ്മരാമ്യന്വഹം. ഇനി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം കേൾക്കാം. എപ്രകാരം വ്യഷ്ടിക്ക് മരണം, അതുപോലെ സമഷ്ടിക്ക് പ്രളയം ഭയാനകമാണ്. എന്നാൽ ആര് ഈശ്വര സാക്ഷാത്കാര സമ്പന്നനായിരിക്കുന്നുവോ അവർക്ക് മരണമോ പ്രളയഭീതിയോ ഉണ്ടാകുന്നില്ല. അന്യഭാവം ആർക്കുണ്ടോ അവർക്ക് നിശ്ചയമായും ഭയവും വ്യാകുലതയും ഉണ്ടാകും. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 34-ാം ശ്ലോകത്തിലെ ഈ ഭാഗം ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ
34-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രളയകാലത്തിൽ സർവനാശം കാണുമ്പോഴും ആനന്ദസാന്ദ്രനായി കഴിയുന്ന ഈശ്വരൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് വ്യഷ്ടിതലത്തിൽ നമ്മുടേതായ വൈയക്തികമായ തലത്തിൽ ജനിച്ചാൽ മരണം ഉറപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ജനനമുണ്ടോ മരണമുണ്ട്. അപ്പോൾ ജനിച്ചു എന്നുള്ളത് അംഗീകരിച്ചാൽ പിന്നെ മരിച്ചേ മതിയാവും. അപ്പോൾ അവശ്യം ഭാവിയാണ് മരണം. അവശ്യം ഭാവിയാണെങ്കിൽ പോലും മരണം നമ്മെ വ്യാകുലപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. ഇതാണ് സാമാന്യസ്ഥിതി, ലോകസാമാന്യസ്ഥിതി. ഇതുപോലെ മൊത്തം സമഷ്ടിയുടെ നാടകങ്ങളെ തിരിച്ചറിയുന്ന ദേവന്മാരും ഋഷിമാരും ഒക്കെ തന്നെ കൽപ്പാദിയിൽ സൃഷ്ടി സംഭവിക്കുന്നുവെങ്കിൽ കൽപ്പാന്തത്തിൽ പ്രളയം സംഭവിച്ചേ മതിയാവൂ എന്നറിയുന്നവരാണ്. എങ്കിലും എപ്രകാരം വ്യഷ്ടിക്ക് മരണം, അതുപോലെ സമഷ്ടിക്ക് പ്രളയം ഭയപ്രദമാകുന്നു, വ്യാകുലതയെ നൽകുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലും ആത്മാരാമനായിരിക്കുന്നവൻ ജനന മരണങ്ങൾക്കപ്പുറത്തുള്ള സ്വരൂപത്തിൽ വിഹരിക്കുന്നവൻ ആനന്ദസാന്ദ്രനായി കഴിയുന്നു. ഹേ പശുപതേ, നിൻ്റെ സാഹസത്തെക്കുറിച്ച് എന്ത് പറയാനാണ്? ഹേ ശംഭോ, നിൻ്റെ ധൈര്യം എന്താണ്? ഇപ്രകാരമുള്ള ധൈര്യവും സാഹസവും ആത്മസ്ഥിതിയും, ആത്മസ്ഥിതി, ആത്മനഃസ്ഥിതി, എന്തു തന്നെ ചുറ്റുപാട് സംഭവിച്ചാലും യാതൊരു വ്യതിചലനവുമില്ലാതെ തന്നിൽ താനായിരിക്കുന്ന മഹാസിദ്ധി. ഇത് അന്യൈഹി കഥം ലഭ്യതേ, മറ്റുള്ളവരാൽ എങ്ങനെ ലഭിക്കപ്പെടും? ഇത് ലഭിക്കപ്പെടില്ല. ആര് ബ്രഹ്മാത്മനിഷ്ഠയിൽ കഴിയുന്നുണ്ടോ അവർക്കെല്ലാം ഈ സ്ഥിതി പ്രാപ്തമാണ്, പ്രാപ്യമാണ്. എന്നാൽ അന്യദൃഷ്ടി വയ്ക്കുന്നവർക്ക് ഇത് ഒരിക്കലും പ്രാപ്യമല്ല. ആര് ഈശ്വര സാക്ഷാത്കാര സമ്പന്നരായിരിക്കുന്നുവോ അവർക്കും ഒരിക്കലും മരണമോ പ്രളയമോ ഭീതിയെ നൽകുന്നില്ല. ആരന്യത്വം കൽപ്പിച്ചിരിക്കുന്നതാണ് അന്യൈഹി, മറ്റുള്ളവരാൽ. അന്യഭാവം ആർക്കുണ്ടോ അവർക്ക് നിശ്ചയമായും ഭയവും വ്യാകുലതയും ഉണ്ടായേ മതിയാവും. അപ്പം എന്താണ് ആ സ്ഥിതി? അത് പറയുന്നു, ഭ്രശ്യദേവഗണം, ഭ്രംശിക്കപ്പെടുന്ന ദേവഗണത്തെയും, ത്രസന്മുനിഗണം, മുനിഗണത്തെ ഭയപ്പെട്ടതായും, നശ്യത് പ്രപഞ്ചം ലയം, ഈ പ്രപഞ്ചം ലയത്തെ പ്രാപിച്ച് നശിക്കുന്നതായും, പശ്യൻ, കാണുന്നവൻ, കണ്ടുകൊണ്ട് തന്നെ നിർഭയ, നിർഭയനായി, ഏകയേവ വിഹരതി, ഏകനായി വിഹരിക്കുന്നു, മറ്റൊന്നിനോടും സംഘമില്ല അവന്, ആത്മനിഷ്ഠനായി ഏകനായി വിഹരിക്കുന്നു. എങ്ങനെ? ആനന്ദസാന്ദ്ര, ആനന്ദസാന്ദ്രനായിട്ട്, സാന്ദ്രാനന്ദ സ്വരൂപനായിട്ട്. ഇതിനെക്കുറിച്ച് പിന്നെ എന്ത് പറയാനാണ് എന്നാണ് നല്ലപോലെ വിചാരം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരമശിവൻ്റെ ഈ ഒരു സാന്ദ്രാനന്ദ സ്വരൂപം ആര് ബ്രഹ്മാത്മബോധത്തിലേക്ക് ഉയർന്നിരിക്കുന്നു അവർക്കൊക്കെ പ്രാപ്തമാണ്. ആര് അന്യത്വം കൽപ്പിക്കുന്നു അവർക്കിത് പ്രാപ്യമല്ല. അത് ഉദരമന്തരം ഗുരുതേ തസ്യ ഭയം ഭവതി, ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരല്പം അന്തരം വയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാവും. ആത്മനിഷ്ഠയിൽ നിന്ന്, ബ്രഹ്മാത്മനിഷ്ഠയിൽ നിന്ന്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധതലത്തിൽ നിന്ന് അല്പം അന്തരം വയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയം സുനിശ്ചിതമാണെന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കും. അപ്പോൾ സർവാത്മഭാവത്തിൻ്റെ മഹിമയാണ് ഇവിടെ എടുത്തു കാണിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത 35-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യോഗക്ഷേമധുരന്ധരസ്യ സകലശ്രയപ്രദോദ്യോഗിനോ ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനോ
ബാഹ്യാന്തരവ്യാപിനഃ സർവജ്ഞസ്യ ദയാകരസ്യ ഭവതഃ കിം വേദിതവ്യം മയാ ശംഭോ ത്വം പരമന്തരംഗ ഇതി മേ ചിത്തേ സ്മരമ്യന്വഹം. ഹേ ശംഭോ, അല്ലയോ ശംഭോ. ശംഭു ശബ്ദം നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു. ശങ്കര ശബ്ദത്തിൻ്റെ സമാനാർത്ഥകമാണ്. ശം സുഖം, ആനന്ദം. ശം ഭാവയതീതി ശംഭു. സുഖത്തെ ഭാവിപ്പിക്കുന്നവൻ, ഭവിപ്പിക്കുന്നവൻ ആരോ അവനാണ് ശംഭു. ഹേ ശംഭു, ത്വം പരമാന്തരംഗഃ, നീ പരമാന്തരംഗനാണ്, നീ പരമനാണ്, സർവരുടെയും അന്തരംഗത്തിൽ നിവസിക്കുന്നവനാണ്. പരമനെന്ന് പറയുമ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികൾക്കുപരി, പ്രമാണപ്രമേയ വ്യവഹാരങ്ങൾക്കുപരി നിലകൊള്ളുന്നവനാണ്. അങ്ങനെയുള്ള നീ എല്ലാവരുടെയും അന്തരംഗനാണ്, അന്തരംഗവാസിയാണ്. ഏഷഃ അന്തര്യമയതേ, ഉപനിഷത്ത് പ്രഖ്യാപിക്കും. എല്ലാവരുടെയും ഉള്ളിലിരുന്ന് ഇവൻ നിയന്ത്രിക്കുന്നു എന്ന്. ഇങ്ങനെ നീ അന്തരംഗനാണെന്ന് ചിത്തേ സ്മരാമ്യന്വഹം, ഞാനിതാ മനസ്സിൽ സ്മരിക്കുന്നു, വിചാരം ചെയ്യുന്നു. എന്തുകൊണ്ട്, എങ്ങനെ, അതാണ് വിസ്തരിച്ച് പറയുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ക്ഷേത്ര ചൈതന്യ രഹസ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. ഒരു ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങൾക്ക് പുറമെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉത്സവം എന്നുള്ളത്. ഈ ഉത്സവം എന്ന് പറയുന്ന പ്രക്രിയ 3 വിധാനത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് പടഹാദി ഉത്സവം, മറ്റൊന്ന് ധ്വജാദി ഉത്സവം, മറ്റൊന്ന് അങ്കുരാദി ഉത്സവം എന്നുള്ള 3 തരത്തിലുള്ള ഉത്സവങ്ങളെ നമുക്ക് സാമാന്യമായിട്ടൊരു ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. പടഹാദി ഉത്സവം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. പടഹാദി ഉത്സവം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ വിശേഷിച്ച് ചടങ്ങുകളൊന്നുമില്ലാതെ, കൊടിയേറ്റമോ മറ്റ് ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ക്രിയാപരമായ കൊടിയേറ്റങ്ങളൊന്നുമില്ലാതെ വെറുതെ ഒരു കൊടി ഉയർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ പടഹാദി ഉത്സവത്തിന് വലിയൊരു ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം. ഇതുപോലെ ഒറ്റ ദിവസത്തിലും അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ജനകീയ ഉത്സവം, ജനകീയ കൂട്ടായ്മയോടുകൂടി നടത്തപ്പെടുന്ന ഉത്സവങ്ങളാണ് പലപ്പോഴും പടഹാദി ഉത്സവങ്ങൾ. ദേവനെ വെറുതെ എഴുന്നള്ളിക്കുന്നു, ദേവനെ പുറത്തെഴുന്നള്ളിച്ച് ദേവൻ്റെ വലിയ ആഘോഷത്തോടു കൂടി മേളം അതുപോലെയുള്ള മറ്റ് ചടങ്ങുകളോടുകൂടിയൊക്കെ ഈ ദേവൻ്റെ ഉത്സവത്തെ അല്ലെങ്കിൽ ദേവൻ്റെ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ചടങ്ങുകൾ നടത്തുകയാണ് സാധാരണയായിട്ട് ഈ പടഹാദി ഉത്സവത്തിൽ ചെയ്യുന്നത്. എന്നാൽ ധ്വജാദി ഉത്സവം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താന്ത്രികമായിട്ടുള്ള ക്രിയാപദ്ധതികൾ കൂടി അവിടെ സമ്മേളിക്കുന്നുണ്ട്. ഈ ധ്വജം, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കൊടിയേറ്റം എന്ന് പറയുന്ന ഒരു ചടങ്ങ്, കൊടിയേറ്റത്തോടു കൂടിയാണ് ധ്വജാദി ഉത്സവങ്ങൾ ആരംഭിക്കുക. കൊടിയേറ്റത്തോടു കൂടി ആരംഭിച്ച് കൊടിയിറക്കത്തോടു കൂടി അവസാനിക്കുക. അതിൻ്റെ ഇടയിൽ ആറാട്ട് മുതലായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനും പുറമെ മൂന്നാമതുള്ള ഒരു വിശേഷമായിട്ടുള്ള ഉത്സവം അങ്കുരാദി ഉത്സവം എന്നാണ്. അങ്കുരാദി ഉത്സവത്തിനും ഈ അങ്കുരാദി ഉത്സവം ഉണ്ടെങ്കിൽ ഈ 3 എണ്ണവും അവിടെ സമ്മേളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. അങ്കുരാദി എന്ന് വെച്ചാൽ അങ്കുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തുകൾ എന്നാണ് അർത്ഥം. ഓരോ ദേവനും വ്യത്യസ്തമായിട്ടുള്ള ധാന്യങ്ങളെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഈ ധാന്യങ്ങളെ വളരെ സവിശേഷമായ മന്ത്രപ്രകരണത്തിലൂടെ ക്രിയാവിശേഷങ്ങളിലൂടെ മുളപ്പിച്ചെടുക്കുകയും ആ മുളപ്പിച്ച ധാന്യങ്ങളെ പൂജിച്ച് ദേവൻ്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടുന്നതായിട്ടുള്ള ക്രിയാവിധാനങ്ങൾ സംയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നടത്തുന്ന
ഒരു ഉത്സവമാണ് ഇത്തരത്തിലുള്ള അങ്കുരാതി ഉത്സവത്തിൽ നമ്മളവിടെ സമ്മേളിപ്പിക്കുന്നത്. ഈ അങ്കുരാതി ഉത്സവത്തിൻ്റെ തുടർച്ചയായിട്ട് ധ്വജാതി, അങ്കുരാരോപണം, അതായത് മുളയിടൽ എന്ന് പറയുന്നൊരു ചടങ്ങോടുകൂടിയാണ് ഈ ഉത്സവങ്ങൾ ആരംഭിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് കൊടിയേറ്റമാണ്. മുളയിട്ട് കഴിഞ്ഞ് കൊടിയേറ്റി, അതായത് ആദ്യം ചെയ്യുന്നത് മുളയിടുക എന്ന് പറയുന്ന ചടങ്ങാണ്. ധ്വജാതി ഉത്സവത്തിൽ ആദ്യം ചെയ്യുന്നത് കൊടിയേറുക എന്ന് പറയുന്നൊരു ചടങ്ങാണ്. ഇവിടെ അങ്കുരാതി ഉത്സവത്തിന് കൊടിയേറുന്നതിന് മുമ്പ് മുളയിടുന്നു. മുളയിട്ട് കഴിഞ്ഞാൽ കൊടിയേറി, അത് കഴിഞ്ഞാൽ വലിയ ആഘോഷമായി ദേവനെ എഴുന്നള്ളിച്ച് വലിയ ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തുന്നു. ഇത് മൂന്നും ഈ അങ്കുരാതി ഉത്സവത്തിൽ സമ്മേളിക്കുന്നുണ്ട്. എന്നാൽ പടഹാതി ഉത്സവത്തിൽ ദേവനെ എഴുന്നള്ളിക്കുക എന്നല്ലെങ്കിൽ ദേവൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ദേശപ്രദക്ഷിണവും അതുപോലെയുള്ള കാര്യങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ. ധ്വജാതി ഉത്സവത്തിൽ ഈ ദേവൻ്റെ എഴുന്നള്ളിപ്പും അതോടൊപ്പം കൊടിയേറ്റവും നടക്കുന്നുണ്ട്. അങ്കുരാതി ഉത്സവത്തിൽ ഇത് മൂന്നും അവിടെ സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ലാവണ്യവാസഗേഹേ ചരിതവിരചിതേ ലോകനാർക്കാവിൽ മേവും ലാവണ്യാഢംബരേ നിൻ പദതളിരിലണയ്ക്കംബികേ കാവിലമ്മേ. ഇത് പ്രസിദ്ധമായ വടകര ലോകനാർക്കാവ് ക്ഷേത്രം. കളരികളുടെയും അംഗങ്ങളുടെയും നാടായ കടത്തനാടിൻ്റെ സിന്ദൂര തിലകമായി കുടികൊള്ളുന്ന ക്ഷേത്ര സമുച്ചയമത്രേ ലോകനാർക്കാവ്. വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച ഒരു അപൂർവ ക്ഷേത്രമത്രേ വടകര ലോകനാർക്കാവ് ക്ഷേത്രം. ദുർഗ, ശിവൻ, വിഷ്ണു എന്നീ മൂന്ന് ശക്തികളും അടുത്തടുത്തായി വിളങ്ങുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ലോകനാർക്കാവ്. പ്രധാന ക്ഷേത്രമായ ഭഗവതി ക്ഷേത്രത്തിനൊപ്പം തൊട്ടു വടക്കുഭാഗത്തായി ശിവക്ഷേത്രവും അതിന് തൊട്ടടുത്തായി വിഷ്ണു ക്ഷേത്രവും കുടികൊള്ളുന്നു. കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് ലോകനാർക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ലോകനാർക്കാവിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും സഹോദരിമാരാണെന്ന വിശ്വാസം നിലവിലുണ്ട്. കൊടുങ്ങല്ലൂരിലെ ലോകമലേശ്വരം എന്ന സ്ഥലപ്പേരിൽ നിന്നുമാണ് ലോകനാർക്കാവ് എന്ന പേര് വന്നത് എന്ന അഭിപ്രായം നിലനിൽക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും വന്ന നാഗരികർ ലോകമലേശ്വരത്തും ഏറെക്കാലം താമസിച്ചു പോന്നിരുന്നു. ലോകനാർക്കാവിലമ്മയും പിഷാരിക്കാവിലമ്മയും സഹോദരിമാരാണെന്ന് മറ്റൊരു സങ്കല്പം. ലോകനാർക്കാവിൽ എന്നതുപോലെ പിഷാരിക്കാവ് ക്ഷേത്രവും സ്ഥാപിച്ചത് വൈശ്യ പ്രമാണിമാരത്രേ. ലോകനാർക്കാവിലെയും പിഷാരിക്കാവിലെയും കുടിയേറ്റക്കാർ ഭഗവതിയുടെ ഉപാസകരാണ്. പിഷാരിക്കാവിൽ കാളിയാട്ടം കുറിച്ചു കഴിഞ്ഞാൽ മടക്കോല കൊടുത്തയച്ച് ലോകനാർക്കാവ് കാരണവരെ വിവരമറിയിക്കുന്നു. കാളിയാട്ടം കുറിച്ച വിവരം രേഖ മുഖേന അറിയിക്കുന്നതിനാണ് മടക്കോല എന്ന് പറയുന്നത്. ലോകനാർക്കാവിലെ കാരണവരായ മഞ്ഞൂളിക്കണ്ടി, താമരമംഗലം എന്നിവർക്കാണ് ഇന്നും മടക്കോല മുടക്കമില്ലാതെ കൊടുത്തയക്കുന്നത്. ലോകനാർക്കാവ് ക്ഷേത്രമതിലിനോട് ചേർന്നുള്ള 4 കൽത്തറകളിൽ ഒരെണ്ണം ഉത്സവം കാണുവാൻ തച്ചോളി ഉദയനന്റെ കുടുംബത്തിനും മറ്റൊന്ന് ഒരു മുസ്ലിം കുടുംബത്തിനുമായിരുന്നു. വ്യാപാരി നായന്മാർ ക്ഷേത്രത്തിലെ ചിലവുകൾ വഹിച്ചിരുന്ന കാലത്ത് ഉത്സവം കാണുവാൻ
കരകെട്ടി മാപ്പിള ഈ കൽത്തറയിൽ ഇരുന്നിരുന്നു എന്നാണ് പുരാവൃത്തം. വളരെയധികം വൈശിഷ്ട്യമാർന്ന ചടങ്ങുകളാൽ പ്രസിദ്ധി കേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ലോകനാർക്കാവ്. ഗജവീരന്മാരുടെയും വാദ്യമേളക്കാരുടെയും അകമ്പടിയോടുകൂടി ദേവീ ദേവന്മാരുടെ തിടമ്പുകൾ എഴുന്നള്ളിച്ച് ഗ്രാമം പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങായ നഗരപ്രദക്ഷിണം ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിൽ ഒന്നത്രേ. നഗരപ്രദക്ഷിണത്തെ കൂടാതെ പള്ളിവേട്ട ദിനം നടത്തപ്പെടുന്ന ഇളനീർ വരവ് എന്നിവയും ഇവിടുത്തെ പ്രധാന ചടങ്ങുകളാണ്. ഒരു കാലത്ത് ഈ ദേശത്താകെ പടർന്നു പിടിച്ച പകർച്ചവ്യാധിയിൽ മനംനൊന്ത ഒരു കാരണവർ ലോകനാർക്കാവിലമ്മയെ പ്രാർത്ഥിക്കുകയും ദേവി പകർച്ചവ്യാധിയിൽ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടനായ ആ ഭക്തൻ നേർന്ന വഴിപാടത്രേ ഇളനീർ വരവ്. പൂരക്കളി ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങത്രേ. ലോകനാർക്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ വലിയ ചിറ ഈ പ്രദേശത്തിനാകെ ഒരു അനുഗ്രഹമത്രേ. കാവിൽ ചിറ എന്നാണ് ഈ ചിറ പൊതുവെ അറിയപ്പെട്ടു വരുന്നത്. ലോകനാർക്കാവിലെ വിഷ്ണു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഈ കുളത്തിൽ തേങ്ങ മുക്കിയ ശേഷമാണ് ഭക്തർ ഭഗവതി ക്ഷേത്ര തിരുനടയിൽ തേങ്ങയേറ് എന്ന കർമ്മം നിർവഹിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിനോളം തന്നെ പഴക്കം ഈ കുളത്തിന് കൽപ്പിച്ചു പോരുന്നു. ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ വിഷ്ണു ക്ഷേത്രം ഭഗവതി ക്ഷേത്രത്തിന് വടക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകനാർക്കാവിലമ്മ ആദ്യം ഇരുന്നത് ഇവിടുത്തെ ശ്രീകോവിലിന് വടക്കുവശത്തുള്ള അകംതിണ്ണയിലാണ് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രം. ഈ ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠയാണെന്നും ഇതൊരു ബ്രാഹ്മണ ഗ്രാമമായിരുന്നുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. മുൻകാലത്ത് ഈ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നുവെന്നും നിത്യശീവേലി ഉണ്ടായിരുന്നുവെന്നുമാണ് വിശ്വാസം. ഭഗവതി ക്ഷേത്രത്തിനും വിഷ്ണു ക്ഷേത്രത്തിനും ഇടയിലാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൃത്യുഞ്ജയ ഹോമവും ധാരയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പടിഞ്ഞാറോട്ട് ദർശനമായി ആദിത്യനും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശിവൻ, വിഷ്ണു എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളും കുടികൊള്ളുക വഴി വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രമായി നിലകൊള്ളുകയാണ് ലോകനാർക്കാവ്. എല്ലാ വർഷവും തിരുവോണനാളിൽ അവകാശികളായ നെയ്ത്തുകാർ നെയ്തെടുക്കുന്ന ഓണപ്പുടവ കാരണവന്മാർ എഴുന്നള്ളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ദേവിക്ക് ഒരു വർഷത്തേക്കുള്ള പുടവയാണിത്. കുലദേവതയ്ക്ക് വസ്ത്രവും ആഭരണവും നൽകുന്നു എന്ന വിശ്വാസമാണ് ഇതിനു പിന്നിലുള്ളത്. ഭഗവതി ക്ഷേത്രത്തിലെ കാവൽ ദേവനായി ദേവീക്ഷേത്ര മതിൽക്കകത്തായി വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതദേവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അടനേദ്യമാണ് ഇവിടെ പ്രധാനം. ലോകനാർക്കാവിൽ പ്രധാനമായും 2 ഉത്സവങ്ങളാണ് നടന്നു വരുന്നത്. ഇതിൽ വൃശ്ചികമാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിളക്കുത്സവം വളരെ പ്രധാനമാണ്. ഇവയിൽ 16-ാം വിളക്ക്, 20-ാം വിളക്ക്, 26-ാം വിളക്ക്, 27-ാം വിളക്ക്, 28-ാം വിളക്ക് എന്നിവ വളരെ പ്രാധാന്യമേറിയ ദിനങ്ങളത്രേ. മീനമാസത്തിൽ രോഹിണി നക്ഷത്രത്തിൽ കൊടികയറി പൂരത്തിൽ അവസാനിക്കുന്ന പൂരം ഉത്സവമാണ് ലോകനാർക്കാവിലെ മറ്റൊരു പ്രധാന ഉത്സവം. 3 ക്ഷേത്രങ്ങളിലും ഒരേ സമയത്താണ് എഴുന്നള്ളിപ്പും ഉത്സവവും നടത്തിവരുന്നത്. ഭക്തവത്സലയായ ദേവിയായി, പുത്രസ്നേഹപൂർണയായ മാതാവായി, ഉഗ്രയും ഭദ്രയുമായി, കടത്തനാട്ടുദേശക്കാരുടെ സ്വന്തം അമ്മ ഭഗവതിയായി വാണരുളുകയാണ് ലോകനാർക്കാവിൽ വാഴും ഭഗവതി.